ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ കോഫി മഗ്. ഞാൻ ലിഷ. അപ്പം, ചപ്പാത്തി, ചോറ്, പൊറോട്ട എന്നിവയുടെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്പൈസി ചിക്കൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ളത്. ചിക്കൻ കൊണ്ടാട്ടം. അപ്പോൾ താമസിപ്പിക്കുന്നില്ല, ചിക്കൻ കൊണ്ടാട്ടം വളരെ എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ചിക്കൻ കൊണ്ടാട്ടം ഉണ്ടാക്കുന്നതിന് ഞാനിവിടെ 1 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. വൃത്തിയാക്കിയതിന് ശേഷമുള്ള അളവാണ് 1 കിലോ. മീഡിയം സൈസിലുള്ള പീസുകളായിട്ടാണ് ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ചിക്കൻ മാരിനേറ്റ് ചെയ്യാനുള്ള അരപ്പ് റെഡിയാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് മറ്റൊരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, 1/2 ടീസ്പൂൺ ഇഞ്ചി ചതച്ചത്, ആവശ്യത്തിന് ഉപ്പ്. ഞാനിവിടെ 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. 1/2 ടേബിൾ സ്പൂൺ നാരങ്ങാ നീര്. ഇവയെല്ലാം ചേർത്ത് കൈവച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്യുമ്പോൾ വെള്ളം ആവശ്യമെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിക്കുന്നുണ്ട്. വീണ്ടും നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് ഉപ്പും പുളിയും നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ അരപ്പ് റെഡി ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ചിക്കൻ്റെ പീസുകൾ ഇട്ട് കൊടുത്ത് എല്ലാ ഭാഗത്തും നന്നായിട്ട് അരപ്പ് തേച്ച് പിടിപ്പിക്കണം. എല്ലാം നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അരപ്പെല്ലാം ചിക്കനിലേക്ക് പിടിക്കുന്നതിനായി കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും മാറ്റിവെക്കാം. ഞാനൊരു 2 മണിക്കൂർ മാറ്റിവെക്കുന്നുണ്ട്. ഇപ്പോൾ 2 മണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ പീസുകളൊന്ന് വറുത്തെടുക്കണം. അതിന് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് തീ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചിക്കൻ്റെ പീസുകൾ ഓരോന്നായി വെച്ച് കൊടുക്കണം. ചിക്കൻ ഫുള്ളായിട്ട് എണ്ണയിൽ മുങ്ങിക്കിടക്കേണ്ട ആവശ്യമില്ല. തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഞാനിവിടെ 7 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. ഓരോരുത്തരുടെയും പാത്രത്തിൻ്റെ വലിപ്പം അനുസരിച്ച് നമ്മൾ എടുക്കുന്ന എണ്ണയുടെ അളവിലും വ്യത്യാസം വരും കേട്ടോ. അതുപോലെ തന്നെ വെജിറ്റബിൾ ഓയിലും ചിക്കൻ വറുത്തെടുക്കാം കേട്ടോ. പക്ഷേ വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ. ഓരോ മിനിറ്റിലും ചിക്കൻ പീസുകൾ മറിച്ചിട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഇങ്ങനെ ചെയ്താൽ ചിക്കൻ്റെ പീസുകളെല്ലാം നല്ല സോഫ്റ്റും ജ്യൂസിയുമായി കിട്ടും. തീ കൂട്ടി വെച്ച് ഫ്രൈ ചെയ്താൽ പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി പോകും. ഇനി ഇത് മറിച്ചിട്ട് കൊടുത്ത് വറുത്തെടുക്കാം. ഇങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് എല്ലാം ഫ്രൈ ചെയ്തെടുക്കണം. ആദ്യത്തെ ബാച്ച് ചിക്കൻ ഫ്രൈ ആയിട്ടുണ്ട്. ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ബാക്കിയുള്ളവയും ഇങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. അടുത്തതായി നമുക്ക് മസാല റെഡിയാക്കി എടുക്കണം. അതിന് മറ്റൊരു പാനിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്തിട്ട് ബാക്കി വന്ന എണ്ണ ഒന്ന് അരിച്ചെടുത്തിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഫ്രൈ ചെയ്ത എണ്ണ എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. താല്പര്യമില്ലെങ്കിൽ വേറെ വെളിച്ചെണ്ണ എടുത്താൽ മതി. ഇതിൻ്റെ കൂടെ തന്നെ 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർക്കുന്നുണ്ട്. ആകെ മൊത്തം 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ഇതിലേക്ക് എടുത്തിരിക്കുന്നത്. എണ്ണ ചൂടായി വരുമ്പോൾ തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 4 വറ്റൽമുളക് 2ആയി കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കാം. മുളക് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് കോരി മാറ്റാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും ചേർത്ത് വഴറ്റിയെടുക്കാം. കളറൊന്നും മാറേണ്ട ആവശ്യമില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 കപ്പ് ചുവന്നുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. വലിയ സൈസിലുള്ള ഏകദേശം 35 ചുവന്നുള്ളി ഉണ്ടിത്. ഇതോടൊപ്പം തന്നെ 2 പച്ചമുളക്. എരിവുള്ളതാണെങ്കിൽ 1 പച്ചമുളക് എടുത്താൽ മതി കേട്ടോ. ഇനി മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് ഇവ നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഞാനിവിടെ 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ചെറിയ ഉള്ളിയെല്ലാം നന്നായി വെന്ത് സോഫ്റ്റായി ചെറുതായിട്ടൊന്ന് കളറ് മാറി വരണം. അതുവരെ ഇളക്കി കൊടുത്തുകൊണ്ട് വഴറ്റിയെടുക്കാം. ഈ സമയത്ത് തീ മീഡിയം ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർക്കാം.
ഇപ്പോൾ ചുവന്നുള്ളിയെല്ലാം നന്നായി വഴഞ്ഞ് കളറ് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം. തീ ലോ ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല ഇവയെല്ലാം ചേർത്ത് പൊടികളുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ പൊടികളുടെയൊക്കെ പച്ചമണം മാറി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കണം എരിവിന് വേണ്ടിയിട്ട്. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് ആണ് ഇട്ട് കൊടുക്കുന്നത്. നാടൻ മുളക് ക്രഷ് ചെയ്തെടുത്തതാണ് കേട്ടോ ഇത്. ഇതും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മൂപ്പിച്ചെടുക്കണം. ഏകദേശം 1 മിനിറ്റ് കഴിയുമ്പോൾ ഇതിലേക്ക് 6 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുത്ത് ഒരു 40 സെക്കൻഡൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം. അടുത്തതായി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഒരു 1/4 കപ്പ് ചെറു ചൂടുള്ള വെള്ളം ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് തിളപ്പിച്ചെടുക്കാം. ചെറുതായിട്ടൊന്ന് വെള്ളം വറ്റി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ പീസുകൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇവ നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ വെള്ളമൊക്കെ വറ്റി ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ സ്പൈസി ആയിട്ടുള്ള ചിക്കൻ കൊണ്ടാട്ടം റെഡി ആയിട്ടുണ്ട്. ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതിലേക്ക് നിങ്ങൾ ഉപ്പും മുളകും ചേർക്കുമ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. നമ്മുടെ ഈ ചിക്കൻ കൊണ്ടാട്ടം നല്ല സ്പൈസിയാണ്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ കൊടുക്കാനുള്ളതാണെങ്കിൽ കുറച്ച് എരിവ് കുറയ്ക്കണം. അപ്പോൾ വളരെ സ്പൈസിയും അതുപോലെ തന്നെ ടേസ്റ്റിയുമായിട്ടുള്ള ഈ ഒരു ചിക്കൻ കൊണ്ടാട്ടം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്